കുറേ നല്ല പറയാൻ പാടില്ല പറയാതെ നോക്കണ വെളിച്ചം നമ്മൾ ആ ഉള്ളിൽ ആ ഒരു വെളിച്ചം അങ്ങനെ സൂക്ഷിച്ച് പറയാം. അപ്പൊ അങ്ങനെയുള്ളവരുടെ കൂടെ കൂടെ നമ്മൾക്ക് എന്താ നല്ലോണം ഒരു ആശ്വാസപ്പെടുത്തുന്നു. അപ്പൊ നമുക്ക് തോന്നുന്നു നമ്മൾ രാവിലെ പിന്നെ ഉദയപ്പുറം കാപ്പിച്ച് കൊണ്ടുവന്നത് ഉദയപ്പുറം നമുക്ക് തന്നെ അറിയില്ല. അതിന്റെ കൂടെ കൂടെ നമുക്ക് എന്ത് തോന്നി ആകെ ഒരു ആശ്വാസം. ഈ ഉരുളനൊക്കെ എണ്ണയൊക്കെ മതി ഉരുളില്ലേ കപ്പി എന്ന് പറയും. ഉരുള തന്നെ പറയായിരുന്നു കപ്പി ഇരുളിന്റെ കപ്പി ഉരുള പറയുന്ന സാധനം ഈ പറഞ്ഞ കപ്പി ഈ കപ്പിയൊക്കെ കപ്പിയില്ലയോ കപ്പി എന്ന് വെച്ചാൽ നമ്മളെ എണ്ണ ദോശക്കല്ലാണ്ട് വേറെ നമ്മളറിയാം അത്രയ്ക്ക് പിസ്കനാണ്. അതൊന്നും എണ്ണയിലില്ല. രാവിലെ വെള്ളം നമ്മൾ ഈ വെള്ളം ബോട്ടിൽ എടുത്താൽ ആ പഞ്ചായത്ത് മുഴുവൻ ഇടിക്കുക. എന്താ കാരണം? അയ്യോ എന്താല്ലേ അപ്പൊ ഒന്നും പറയണ്ട. എന്തോ ലഹളയാന്നാ തോന്നുന്നത്. ഒരുപാട് അപ്പൊ നമ്മളെ അപ്പൊ മക്കളെ നാരായണന്മാരുണ്ട് ഇതിനെ ഇങ്ങനെ ലഹള കൂട്ടേണ്ടവരെയും ഇത്തിരി എണ്ണ വീഴ്ത്തും. നമ്മൾ ഇദ്ദേഹം പറഞ്ഞതല്ലേ മോശം ശേഷം എണ്ണ വീഴ്ത്തി. പിന്നെ നമ്മൾ വെള്ളം പോകുന്നത് കപ്പി അറിഞ്ഞില്ല നാട്ടുകാരെ അറിഞ്ഞില്ല നമ്മൾ അപ്പൊ ആ ഒച്ചപ്പാടൊക്കെ പോയിട്ട് വളരെ ശാന്താവുകയാണ്. പറയൂ ഈ എണ്ണയ്ക്ക് സംസ്കൃതത്തിൽ പറഞ്ഞ പേരെന്താണെന്നറിയോ? സ്നേഹം എന്നാ പറയുക. പുതിയ പണ്ടൊക്കെ പേരൊന്നുമില്ല, പഴയ പേരാണ് സ്നേഹം. സ്നേഹം ഉണ്ടെങ്കിൽ ശബ്ദം കുറയും. സ്നേഹം കുറയുമ്പോൾ എന്ത് കൂടും? ശബ്ദം കൂടും. സ്നേഹം കൂടുമ്പം അടുപ്പം കൂടും, ശബ്ദം കുറയും. സ്നേഹം കുറയുമ്പം അകൽച്ച കൂടും. നമ്മൾ ഇവിടുന്ന് അവിടെ കേൾക്കണമെങ്കിൽ മൈക്കം വില്ലേജ് നമ്മളെ ഉറക്ക വിളിക്കണ്ടേ? അകൽച്ച കൂടുന്നതിനനുസരിച്ച് എന്ത് വേണ്ടിയിരുന്നു? ഉറക്ക വിളിക്കണ്ടേ? അത് നമ്മൾ ഈ ശത്രുത ഉണ്ടാവുമ്പോൾ അകൽച്ച കൂടുകയാണ്. ആളോട് ദേഷ്യം ഉറക്കാക്കാൻ പറയുന്നത് സാധാരണ എല്ലാ വർത്തമാനം പറഞ്ഞ ഭാര്യയും ഭർത്താവും ദേഷ്യം വന്നാൽ നാട്ടിൽ മുഴുവൻ കേൾക്കൂല. അവര് പറയുന്നത് നമ്മുടെ കോളേജിൽ പോയ കാലത്ത് പറഞ്ഞത് വരൻ കേട്ടോ. നമ്മളാണെങ്കിൽ നമ്മുടെ ബസ്സിൽ അടുത്ത് മൂന്നാളിരിക്കാൻ കസേരയിൽ നമ്മൾ അറ്റത്ത് ഗ്രൂപ്പിലായിരുന്നത് കാമുകന്മാരാണ്. അപ്പൊ നേരെ തുടങ്ങി ഒരൊറ്റ കാര്യം അവര് രണ്ടാളും കേൾക്കുക എന്നല്ലാതെ ആരെങ്കിലും കേൾക്കുക. കല്യാണം കഴിഞ്ഞപ്പോൾ ഇവര് പറയുമ്പോൾ എല്ലാവരും കേൾക്കണം. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? കാരണം എന്താണെന്നറിയോ? ഉണ്ടാവോ പറയില്ലേ? കാരണം എന്താണെന്നറിയോ? പ്രേമിക്കുന്ന കാലത്ത് അടുപ്പാണ്. ഞങ്ങൾ വൈകുന്നേരം എന്റെ വീട്ടിലേക്ക് പോന്നാലും അടുപ്പായിരുന്നാലും അവരുടെ അടുപ്പാണ്. ആകെ അടുത്ത ആൾക്കാരായതുകൊണ്ട് ചുണ്ടറിഞ്ഞ അവര് കേൾക്കും. മറ്റേ ചുണ്ടറിക്കപ്പെടുകയും പിന്നെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് കുടുംബത്തായി താമസം. രണ്ടാമത് ദേഷ്യം വന്ന അകലും അകലുമ്പം ഇയാളുടെ വിചാരം അവര് കേൾക്കണ്ടാവില്ല. ഓർക്ക പറയും. ഭയങ്കര വിചാരം ഇല്ലാതെ കേൾക്കണ്ടാവില്ല. അപ്പൊ ഓർക്ക പറയും. മുമ്പിൽ രണ്ടാമത് കേൾക്കുക അടുത്ത വീട്ടുകാരും കൂടി. അതുകൊണ്ട് ഈ ശബ്ദം കുറയെങ്കിൽ എന്ത് കൂട്ടിയാൽ മതി? ശബ്ദം കുറയെങ്കിൽ അടുപ്പം കൂട്ടാം. അടുപ്പം കൂടണമെങ്കിൽ എന്ത് വേണം? സ്നേഹം ഉണ്ടായാൽ. സ്നേഹം ഉണ്ടായാൽ അടുപ്പം കൂടും. അടുപ്പം കൂടുമ്പം ശബ്ദം നല്ല പറഞ്ഞാൽ മതി. അടുത്തിരിക്കുന്ന ആളോ നല്ല പറഞ്ഞെങ്കിൽ മതി. ഒരു സിദ്ധാന്തം പറഞ്ഞതല്ല. അപ്പൊ ഈ ഉള്ളിന് സ്നേഹം കേട്ടിയപ്പോൾ ഈ ശബ്ദം കേട്ടിയെങ്കിൽ കുടുംബത്തിൽ ഉരുളിനൊക്കെ കൊടുക്കണ എണ്ണ എണ്ണ പറഞ്ഞാൽ സ്നേഹം. സ്നേഹം എവിടെയൊക്കെ ഉണ്ടോ അവിടേക്ക് എന്ത് കുറയും? ഒച്ചപ്പാടും ബഹളവും ശബ്ദവും കുറയും. സ്നേഹിക്കന്നെ വസുദേവസുതം ദേവം ദേവൻ ആണ് വസുദേവസുതൻ എന്ന് പറഞ്ഞ അർത്ഥം. വസുദേവരുടെ മകനായ ദേവനെ അദ്ദേഹം പ്രകാശിച്ചു. അതുകൊണ്ടാണ് ഈ ഭഗവാന്റെ അടുത്തേക്ക് വരുന്നവര്, ഭഗവാന്റെ അടുത്തേക്കൂടി പോകുന്നവര്, ഭഗവാനെ സ്മരിക്കുന്നവര്, ഭഗവാനെ ധ്യാനിച്ചും ഭജിച്ചും ഉറപ്പിക്കും. ഇവർക്കൊക്കെ എന്തുണ്ടാവുന്നത്? വെളിച്ചുണ്ടാവുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഞങ്ങൾ ബന്ധിക്കാൻ പറ്റും. ആരെ? ഈ വസുദേവസുതനെ ദേവനാണ്. അതുകൊണ്ട് ഇത് കാണിച്ചു. ഈശ്വരാവതാര പുരുഷനാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് എന്ന് കാണിക്കലാണ് പദ്യത്തിൽ ഉദ്ദേശിച്ച. നദിയെ പറഞ്ഞിട്ട് സാധാരണക്കാരനല്ല,
അതുകൊണ്ട് വസുദേവസുതം ദേവം. കാരുണ്യത്തിന്റെ കഥ പറയാച്ച കാരുണ്യം, അല്ലെങ്കിൽ പിന്നെ ജ്ഞാനത്തിൻ്റെതാച്ച ജ്ഞാനം, ഏത് ഈശ്വരീയതയുടെ ഈശ്വരീയത, അനുഗ്രഹിക്കാനുള്ള വാത്സല്യച്ച അനുഗ്രഹിക്കാനുള്ള കഥ, അതുപോലെ തന്നെ പരിപാലിക്കാനുള്ളതായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആ മഹിമയിൽ നല്ലോണം നമ്മൾ മഹാഭാരതമൊക്കെ വായിച്ചാലും ഭാഗവതമൊക്കെ വായിച്ചാൽ നമുക്ക് നല്ലോണം മനസ്സിലാവും. അതുകൊണ്ടാണ് ആ ദേവനായ ഭഗവാനെ, വസുദേവപുത്രനെ ഞാൻ നമസ്കരിക്കുന്നു. അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ അദ്ദേഹം ദേവനാണല്ലേ, മഹാദേവനാണ്. മുമ്പ് എന്തൊക്കെ അദ്ദേഹം കാണിച്ചത്? അപ്പൊ അദ്ദേഹം സാധാരണക്കാർക്ക് പറ്റാത്ത പണിക്ക് ചെയ്തതാണ്. കംസനെയും ചാണൂരിനെയൊക്കെ മർദ്ദിച്ചാണ്. കംസനെയും ചാണൂരിനെയും എന്ന് പറഞ്ഞാൽ കംസനെ അറിയില്ലേ? കംസനെ ദുഷ്ടനായ കംസനെ വധിച്ചു. ചാണൂരൻ എന്ന് പറഞ്ഞാൽ അറിയില്ല, രണ്ട് മല്ലന്മാരുണ്ടായിരുന്നു കംസന്റെ കൊട്ടാരത്തിൽ. ചാണൂരൻ, മുഷ്ടികൻ എന്ന പേര്. ഈ ചാണൂരനെയും മുഷ്ടികനെയും മല്ലയുദ്ധത്തില് ഒഴിപ്പിച്ചു. അങ്ങനെ കംസനെയും ചാണൂരനെ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനും കൊന്നു. മുഷ്ടികനെ ഭഗവാൻ സ്വാമിയും കൂടി കൊന്നു. ചാവയജ്ഞാണ് മധുരയെന്നൊക്കെ പറഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാനെയും ജ്യേഷ്ഠനെയും വരുത്തിച്ച് അവരെ കൊണ്ട് ചാവയജ്ഞത്തിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചതായ ഈ യുദ്ധത്തില് ചാണൂര മുഷ്ടികന്മാരെ കൊണ്ട് കൊല്ലിക്കാം എന്ന് കണക്കാക്കിയിട്ട് വരുത്തി ആ യുദ്ധത്തില് ചാണൂരനെ ഭഗവാനും കൊന്നു, മുഷ്ടികനെ ഭദ്രസ്വാമി കൊന്നു. അതാണ് ചാണൂരനെ. കംസനെയും കൊന്നു. കംസ ചാണൂര മർദ്ദനം. കംസനെയും ചാണൂരനെയും മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ പോലീസ് മർദ്ദനം കേട്ടില്ല? പോലീസ് മർദ്ദനം, പോലീസ് പിടിച്ച മുട്ടാലോണ്ട് തന്നെ നല്ലോണം അതൊക്കെ തന്നെ എന്റെ പേരാ മർദ്ദനം. മർദ്ദനം പറഞ്ഞ മുദ്രയ്ക്ക് നല്ലോണം പാകപ്പെടുത്തിയെടുക്കുക. അതാണ്. ഇപ്പൊ കംസനെയും ചാണൂരനെയും മർദ്ദിച്ചു. ഈ ലോകത്ത് എന്താ അങ്ങനെ പറയാൻ കാരണം ചോദിച്ചാൽ, കംസനില്ല നല്ല മട്ടുമാതിരിയുള്ള ആളായിരുന്നില്ല. അച്ഛനെ പിടിച്ച് ജയിലിലിട്ട് കൂട്ടിയിട്ട് രാജാവായ ആളാണ് കംസനെ. അത് നല്ല മട്ടുമാതിരിയല്ല. അച്ഛനെ പിടിച്ച് ജയിലിട്ടിട്ട് രാജാവായിട്ടാണ് മഹിമ കാണിക്കേണ്ടത്. എന്താണ് കേമത്തരം? രാജാവായ പിന്നെ നമ്മുടെ നാട്ടിൽ എങ്ങനെയായി എന്ന് ചോദിക്കില്ല. ആയിട്ടണ്ട് കേമായിയാ മതി, അങ്ങനെയാണല്ലോ. അങ്ങനെയാണ് കംസൻ ചെയ്യുന്നത്. അപ്പൊ അത് ശരിയായില്ല. അതുകൊണ്ടാണ് കംസനെയൊക്കെ കാക്ക് കൊല്ലേണ്ടതായിട്ട് വന്നത്. ഭഗവാന് കൊന്ന് ഇവര് ശ്രീകൃഷ്ണ ഭഗവാനോട് രാജാവ് കൊണ്ടു. അദ്ദേഹം അങ്ങനൊന്നുമില്ല. അദ്ദേഹം ചെയ്തുള്ളൂ. അദ്ദേഹം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ കംസന്റെ അച്ഛനായിട്ടിരിക്കുന്ന ഉഗ്രസേന മഹാരാജാവിന് രാജ്യം കൊടുത്തു വാഴിക്കുകയും ചെയ്തത്. ഭഗവാൻ അനവധി ദുഷ്ടന്മാരെയൊക്കെ നേരെയാക്കിയിട്ട് ഒരു ദുഷ്ടായി കൊണ്ടൊരു നാട്ടിൽ രാജാവാൻ നിന്നിട്ടില്ല. ശ്രീകൃഷ്ണ മഹാരാജാവിന് അവരുടെ പേര് കേട്ടോ. നേരം പോക്കി നമുക്ക് ആരും പറയേണ്ടത് കേട്ടില്ല കേട്ടോ. ശ്രീകൃഷ്ണ മഹാരാജാവ്, ഉഗ്രസേന മഹാരാജാവ് എന്ന് പറയുന്നത് കേട്ടില്ല. ശരിയല്ല, ശ്രീകൃഷ്ണ പരമാത്മാവെന്നാ പറയാം, മഹാരാജാവ് എന്നല്ല പറയാ. അപ്പൊ കംസനെയും ചാണൂരനെയും ഭഗവാന്റെ ഈ പ്രവൃത്തി സാധാരണക്കാർക്ക് പറ്റുന്ന പണിയല്ലെന്നാണ്. അതെന്താ പറയാൻ കാരണം വെച്ചാൽ, ഈ കംസനെ കൊന്നതിന്റെ ശേഷം, അതായത് കംസനെ കൊല്ലാനതിന്റെ മുമ്പ് ചാണൂരൻ മുഷ്ടികൻ മരിച്ചു, കൊലയാ പീഠത്തിൽ കൊന്നു, ഇതിനൊക്കെ വില്ല് പൊട്ടിച്ചു, വലിയ വലിയ വീരശൂര പരാക്രമമൊക്കെ കാണിച്ചതിൽ ഒടുക്കാണ് ആരെ കൊന്നത്? ഈ കംസനെ കൊന്നത്. കംസനെ കൊന്നു കഴിഞ്ഞിട്ട് കാരാഗ്രഹത്തിൽ ചെന്നിട്ട് അച്ഛനെയും വസുദേവരെയും ദേവിയെയും കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ച് ഭഗവാൻ നമസ്കരിക്കാൻ പുറപ്പെട്ട സമയത്ത് വസുദേവരും ദേവിയും അവരുടെ ചെയ്തെന്ന് വെച്ചോ പുണ്യോടെ വിളിച്ചിട്ട് കുറിച്ച് അനുഗ്രഹിച്ചില്ല. എന്താ പറഞ്ഞവര്? അയ്യോ ദേവകിയെ ഇതാരാന്നറിയോ? ഈശ്വര പുരുഷന്മാരാണ്, തൊഴിലോടും മനുഷ്യന്മാർക്ക് പറയാത്ത പണി ചെയ്തവരാണെന്ന്. ആ വസുദേവർക്കും ദേവിക്കും ഒന്നെ മനസ്സിലാക്കിയും അവർ അവിടെ ധരിച്ചുറപ്പിച്ചതാണ് ഈശ്വര പുരുഷന്മാരാണ്, അതല്ല മനുഷ്യബുദ്ധിയോടല്ല കേട്ടോ. അത് കണക്കാക്കിയിട്ടുള്ള പറഞ്ഞത് കംസനെയും ചാണൂരനെയും കൊന്നവരെന്ന് സൂചിപ്പിച്ച് ഈശ്വര പുരുഷന്മാരാണ്, അവതാര പുരുഷനാണ് ഭഗവാൻ എന്ന് കാണിക്കാനാണ് ആ പേര് അങ്ങനെ പറഞ്ഞത്. കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം. ദേവകിക്ക് പരമാനന്ദ സ്വരൂപനായിട്ടൊന്ന്. അതെന്താ അങ്ങനെ പറയാൻ ചോദിച്ചാല്, ഈ ദേവി കാരാഗ്രഹത്തിൽ വസുദേവരുടെയും ദേവിയുടെയും പുത്രന്മാരെ കാരാഗ്രഹത്തിൽ ഒരു കഴിഞ്ഞു കൂടുന്ന കാലത്ത് 6 എണ്ണത്തിനെ തല്ലിക്കൊണ്ട കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലേ? 6 പുത്രന്മാരും മരിച്ചുപോയി. 6 മക്കളെയൊക്കെ മരിച്ചുപോയി എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലും മക്കൾ മരിച്ചവരൊക്കെ ഇല്ല. അങ്ങനെ ഗർഭത്തിൽ മരിച്ചുപോയി, പെറ്റപ്പം മരിച്ചുപോയി, അങ്ങനെയൊക്കെ ആ സങ്കടമൊക്കെ ഉണ്ടാവും. എന്നാലും കുറച്ച് കഴിഞ്ഞാൽ ഒരു പ്രൈസൊക്കെ അങ്ങനെ എന്താ പറയാ, അതങ്ങനെ വയ്യായ കൊണ്ടാണ് എണ്ണം കൊണ്ടാണെന്നൊക്കെ വിചാരിച്ച് നമ്മൾ അങ്ങനെ എന്ത് ചെയ്യും? ആ വേദന ഇങ്ങോട്ട് സഹിക്കും. ഇതിപ്പോ അങ്ങനെ ഉണ്ടായിരുന്നു. പച്ചയ്ക്ക് കരയിൽ നമ്മൾ തല്ലിക്കൊല്ലണ്ട് കണ്ണോണ്ട് കണ്ട എങ്ങനെയുണ്ടാവും? മരണം പരാജയത്തെ
പ്രായമായിട്ട് ഒരേ പ്രായമൊക്കെ ആയിട്ട് അങ്ങനെ ഒരു വിധമൊക്കെ കഴിഞ്ഞ് എല്ലാവരും മക്കളെ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു മരിച്ചു പോയി എന്നുള്ളത് അയ്യോ പോയി തോന്നില്ല. എന്താ തോന്നുക, നല്ലൊരു സ്ഥിതിയിൽ മരിച്ചു എന്നൊരു ഒരു ഉള്ളിലൊരു എന്ത് തോന്നും, സന്തോഷമല്ല, ഒരു തൃപ്തി തോന്നും. ആ ജന്മം നല്ല ജന്മമായി അങ്ങനെ പറയുന്നത് നമ്മള് സന്തോഷം കൊണ്ട് പറയണ്ട. മരിക്കുന്നത് ഭാര്യ മരിച്ചാലും സന്തോഷം ഇല്ല, എന്നാലും നമുക്ക് എന്ത് തോന്നും, ഒരു ആശ്വാസമാവും. നന്നായിട്ട് കുട്ടികളൊക്കെ വേണ്ട മാതിരി ചെയ്തു, ഒരു അല്ലരില്ലാതെ വിഷമമില്ല, അത് വേദനയില്ലാതെ നല്ല ആ ഒരു സ്ഥിതിയിലിരിക്കെ എന്നൊക്കെ പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമാണ്. മരിച്ചു പോയി അങ്ങനെയൊക്കെ നമുക്ക് എന്നൊരു ഉള്ളിൽ ഇങ്ങനെയൊരു തോന്നലുണ്ടാവും. എങ്ങനെ മരിച്ചാലും മരിച്ചു, എന്നാലും മറ്റുള്ളവരെ സംബന്ധിച്ചിട്ടാണ് തോന്നുന്നത്. ഈ ദേവിയുടെ 6 മക്കളെ പച്ചക്ക് കരിന്റെ മുകളിൽ തല്ലിക്കൊള്ളേണ്ട ആര് കണ്ണോട് കാണുകയാണ്, അമ്മ കാണും. അമ്മയുടെ മനസ്സിലായിട്ടും ധന്മായിട്ടോ ദീനായിട്ടോ വയ്യായിട്ടോ ഒരിക്കലും ദുഷ്ടതയോട് ഒരുത്താൻ ഒരു അധികാരത്തിലിരിക്കുന്ന ദുഷ്ടന് അധികാരമില്ലാത്തൊരു സാധുവിന്റെ നേരെ ധിക്കാരപരമായിട്ട് തന്നെ രാജ്യാധികാരം കാണിക്കുമ്പോൾ ആ സാധു എന്ത് ചെയ്യും, ഭരണാധികാരികൾ അഹമ്മതി കാണിക്കുമ്പോൾ അതില്ലാത്ത സാധ്യത എന്ത് ചെയ്യും, എന്താ ചെയ്യ, സഹിക്കുക ഇല്ലേ? നമ്മളൊക്കെ അങ്ങനെ പരിഗണിക്കും, അത് കണ്ടിട്ടില്ലേ നാട്ടിലൊക്കെ വിശ്വസം എന്തൊക്കെ അങ്ങോട്ട് അങ്ങനെ വിശ്വാസങ്ങളില്ല, പ്രമാണമില്ല, ഒന്നുമില്ല, അടുപ്പിച്ച് ഒതുക്കി ചതച്ച് തന്റെ ഞങ്ങൾ അത് ചെയ്യും എന്ന് പറയാം അല്ലേ? എന്തെയും നമ്മൾ കണ്ടവരുടെ പല കാലത്തും പല നാട്ടിലും പല സമ്പ്രദായത്തിലും ആ സ്ഥിതിയില് അധികാരത്തിന്റെ മുമ്പില് തോറ്റ് അതൊരു ദുരിതമായിട്ട് ധർമ്മമായിട്ട് ഉള്ളിൽ കണക്കാക്കി ഒരാളും ഇല്ലല്ലോ രക്ഷയ്ക്ക് നയിക്കെന്ന് വിചാരിച്ചിട്ട് നിവൃത്തിയായാലും പെട്ട ദേവകി അരഞ്ഞ് നശിച്ച് വിഷമിച്ചു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അത് വെളിച്ചായിട്ട് പറഞ്ഞത്. ദേവകിക്ക് പരമാനന്ദം ഉണ്ടാവില്ലേ? അത്ഭുത ബാലകനായിട്ട് ആരുടെ മുമ്പിലേക്ക് വന്നത്? ദേവകിക്ക് ആനന്ദം എന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? ആനന്ദം പറഞ്ഞാൽ ആനന്ദവും പരമാനന്ദം വ്യത്യാസമുണ്ടോ? ശനിയാഴ്ച ഞായറാഴ്ച പോലെ അങ്ങനെയല്ല. എന്താണ് ആനന്ദം? ആനന്ദം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയൂ? സാധാരണ നമുക്കിപ്പം ഒരു സന്ദർഭത്തിലൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ആനന്ദമൊക്കെ ഉണ്ടാവും. ആനന്ദം ഉള്ളിലൊരു സന്തോഷമൊക്കെ ഉണ്ടാവില്ലേ? പക്ഷെ ഇപ്പൊ അതിങ്ങനെ നമ്മൾ വെയിലത്തെ മാസത്തിലെ വെയിൽ കൊണ്ട് നടന്ന് വന്ന് വിഷമമില്ലല്ലോ, നടക്കാൻ തുടങ്ങി, അതിനെതിരെ നടക്കാൻ തുടങ്ങി കുട്ടിക്ക് അത് നട്ടുശ്ശേരി മീനമാസത്തില് ഇവിടെ വന്നപ്പോ നല്ലോണം സംഭാരം കിടന്നു വലിയൊരു പാത്രത്തില് ഉണ്ടാക്കുന്നത് സംഭാരം കിട്ടിയിട്ട് ഉണ്ടാൻ നേരല്ലേ അതിന് പണിയെടുക്കുക. ഏതാ ആ സംഭാരം കണ്ട നമ്മളങ്ങോട്ട് കുടിക്കുമ്പോ ഉണ്ടാവണേ വല്ലാതെ ആനന്ദില്ലേ. പിന്നെ തിരിച്ച് രാമനാഥേക്ക് നമുക്ക് പിന്നെ സംഭാരം വേണമെന്ന് ആയിട്ട് തരാൻ കേട്ടോ. അപ്പൊ ആനന്ദിച്ചെന്റെ അർത്ഥം അപ്പൊ ആ ദാഹിച്ചു വലഞ്ഞ് ക്ഷീണിച്ചു വന്നപ്പോ ആ ഒരു വലിയ തണലും ആ സംഭാരം ഒക്കെ കിട്ടിയപ്പെട്ടായി ഒരു വല്ലാത്തൊരു സുഖം തോന്നി. ഇതിന്റെ ഉള്ളില് ആഹ്ലാദമൊന്നുമല്ല, എന്താണ് എന്തിനാണ്ടായി നന്നായിട്ട് പൊട്ടിച്ചിട്ട് കൈ പൊട്ടി പാത്രം നേരത്തെ ഉണ്ടായില്ല. ഉണ്ടായോ? ഉണ്ടായില്ലോ? ഉണ്ടായില്ലേ? ഡോക്ടറെ കിട്ടിയത് അതൊക്കെ ഉണ്ടാവും. ആശുപത്രിക്ക് പോകുന്നു ഇതൊന്നുമില്ല. ആ ഒരു ആനന്ദം ഹൃദയത്തിന് നമുക്ക് വലിയൊരു സന്തോഷം, ഒരു ആനന്ദം. അതാനന്ദം. ആനന്ദം ആ ദാഹം തീരുന്നത് വരെയുള്ളൂ. അടുത്ത ദാഹം തുടങ്ങിയാൽ വീണ്ടും വിഷമായില്ലേ? അതാണ്. പക്ഷെ ഇവിടെ അതല്ല. പരമാനന്ദം എന്ന് പറഞ്ഞാലും ഈ രണ്ടാമത് പിന്നെയൊരു തടസ്സമായിട്ട് വീണ്ടും ഉണ്ടാവില്ല. അത് ഇങ്ങനെ ആ ഹൃദയത്തിൽ ഇങ്ങനെ ആനന്ദം നിലനിന്ന് പോണതിന്റെ പേരാണ് എന്ത്? പരമാനന്ദം. ഇവിടെ കിട്ടിയോ? ദേവകിയുടെ മകനായിട്ട് ഭഗവാനും അവതരിച്ച അന്ന് തൊട്ടിട്ട് പിന്നെ ദേവകി ഇത് ചെയ്തിട്ടില്ല, പിൻപിലേക്ക് നോക്കിയിട്ടില്ല. പിൻപിലേക്ക് നോക്കുക പറഞ്ഞ തന്റെ ആ പഴയ ക്ലേശത്തിലേക്ക് ആരും ചിന്തിച്ചിട്ടില്ല. ദേവകി അമ്മ ചിന്തിച്ചില്ല. കാരണം എന്താണെന്ന് അറിയൂ? മുമ്പിലാരാണ് പരമാനന്ദൻ. പരമാനന്ദൻ സാറിന്റെ അനന്തസ്വരൂപനായ ഭഗവാൻ ഇങ്ങനെ അനുഗ്രഹിച്ചിരിക്കേ. അങ്ങനെ അമ്മയെ പരിപാലിച്ച ആളാണ് ആര്? ശ്രീകൃഷ്ണ ഭഗവാനെ. അതുകൊണ്ടാണ് എന്റെ പേര് വന്നത് ദേവകീ പരമാനന്ദം. കൃഷ്ണം. കൃഷ്ണനെ, ഈ കൃഷ്ണൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഭഗവത്ഗീത
ഇതിന്റെ ഉള്ളിലേക്ക് കയറിയാൽ ഈ ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ ശങ്കരാചാര്യ സ്വാമികളുടെ ഭാഷ്യം ഭഗവത്ഗീതയ്ക്ക് ഏറ്റവും പ്രമാണമായ വ്യാഖ്യാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണെന്ന് അറിയൂ? ഏതാ? ആസ്തികന്മാരായ നമ്മളെ സംബന്ധിച്ചിട്ട് ഭഗവത്ഗീതയുടെ പരമമായ വ്യാഖ്യാനം എന്ന് പറയുന്നത് ഏതാന്ന് വെച്ചോ? ശാങ്കര ഭാഷ്യം. എന്താണ് ശാങ്കര ഭാഷ്യം? ശാങ്കര ഭാഷ്യം എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യ സ്വാമികളുടെ ഭാഷ്യം. ആ ഭാഷ്യത്തിനനുസരിച്ച് നമ്മൾ ശാസ്ത്രം മനസ്സിലാക്കാൻ എല്ലാത്തിനും ഓരോ വഴിയുണ്ട്. ഓരോ വഴിയും ഓരോ ശാസ്ത്രങ്ങളെയും ഓരോരോ ആചാര്യന്മാരെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ഈ വേദാന്ത ശാസ്ത്രത്തിലാണെങ്കിൽ ശങ്കരാചാര്യ സ്വാമികളാണ് ഭാഷ്യകാരനും ശാങ്കര ഭാഷ്യം. മീമാംസാ ശാസ്ത്രത്തിലാണെങ്കിൽ ശബരസ്വാമികളാണ് ശബരഭാഷ്യം എന്ന് പറയും. യോഗശാസ്ത്രമാണെങ്കിൽ വ്യാസഭഗവാനാണ് വ്യാസഭാഷ്യം എന്ന് പറയും. വ്യാകരണ ശാസ്ത്രമാണെങ്കിൽ അത് മഹാഭാഷ്യം എന്ന് പറയും. ഓരോന്നും ഓരോ ഭാഷ്യം. ഓരോ ശാസ്ത്രങ്ങൾക്ക് ഓരോ ആചാര്യന്മാര് അതിൽ പങ്കെടുത്ത് അതിൽ അങ്ങനെയുള്ള തൊഴിലോകം വിദഗ്ധൻ ഓർത്ത വിഭാഗം അതൊരു വേറെ വിഭാഗം. പിന്നെ എന്താണ് ഹൃദ്രോഗത്തിന് വയ്യായ്മ, ത്വക്ക് രോഗ വിദഗ്ധൻ, അവരൊക്കെ MBBS പഠിച്ചവരാണെങ്കിലും ഈ പറഞ്ഞ പ്രത്യേക ചികിത്സാ രീതിയിൽ നല്ലോണം ഉപരി പഠിച്ചവരാണ്. ഉപരി പഠിച്ച അത് നല്ലോണം ഉപരിഭക്ഷണം ചെയ്തിട്ട് നല്ല വിശാരദന്മാരായതുകൊണ്ട് ഒരു പനിയായിട്ട് നമ്മൾ ഹൃദ്രോഗ വിദഗ്ധനായിട്ട് പോയി അതെ എനിക്ക് മനസ്സിലാകും കേട്ടോ എന്ന് പറയുന്നത് ഇല്ല. അദ്ദേഹം വരുന്നത് തരും. അദ്ദേഹം ഇതിന്റെ ഹൃദ്രോഗം കണക്കാക്കുന്ന ആളാണ്. പഞ്ചകേമനാണ്. ഗേമായ ആസ്പത്രിയിൽ ഗേമായിട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന ആളാണെങ്കിലും പനിയോ ജലദോഷമോ ഒന്നും വന്നാലും അടുത്ത വീട്ടിലാക്കി എന്ത് കുറിച്ചൊക്കെ രോഗം ചെയ്യാൻ വയ്യായിക്ക് മരുന്ന് കൊടുക്കുന്നത് അദ്ദേഹമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇതിലാണ് അദ്ദേഹം ഓണം ഇറങ്ങി പണിയെടുക്കുന്നത്, ധ്വനിച്ച് പഠിച്ചത്. അതാണ്. അതുപോലെ എല്ലാ ആചാര്യന്മാരും എല്ലാ ശാസ്ത്രത്തിനും മിടുക്കന്മാരാണെങ്കിലും ചിലതിലങ്ങട് നല്ലോണം എടുക്കുക. എല്ലാം കൂട്ടാൻ കയ്യിലേക്ക് പണിയാലും ചിലതിന് നമ്മൾ നല്ലോണം പണിയെടുക്കുമല്ലോ. പോലെ എന്താ അവിയൽ, എന്താ എരിശ്ശേരി, കാളൻ, ഉപ്പിട്ടത്, ഉപ്പേരി, ഓരോരുത്തരും അങ്ങനെ എന്താ താല്പര്യം കഴിഞ്ഞാൽ നമ്മൾ നല്ലോണം അങ്ങനെ ചെയ്യില്ലേ. അതൊക്കെ കഴിക്കും. എന്നാൽ ഇതിന് നല്ലോണം ആൾക്കാർക്ക് നല്ലോണം ഇഷ്ടമാണ്. അപ്പൊ ചിലപ്പോൾ തന്നെ എനിക്ക് പറഞ്ഞിങ്ങനെ ചിലരല്ലാത്തവരുണ്ട് മറ്റു വിധികളുടെ അങ്ങനെ അദ്ദേഹം വേണ്ടാത്ത വിഴുങ്ങി വേണ്ടത് കഴിക്കാൻ നേരെ വിഷമി കഴിഞ്ഞിട്ട് പോകതല്ല സമുദായങ്ങളാണ്. അതുകൊണ്ട് അവിടെ എനിക്ക് പറഞ്ഞത് ഈ ഭഗവാന്റെ മഹിമ പറയുമ്പം ഇത് പറയും. കംസരാമപുരമർദ്ദനും ദേവകീ പരമാനന്ദനും ആയത് കൃഷ്ണം, ശ്രീകൃഷ്ണ ഭഗവാനാണ്. ശങ്കരാചാര്യ സ്വാമികള് അദ്ദേഹത്തിന്റെ ഭാഷ്യത്തില് ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹിമ പറയുമ്പം ആരായി ശ്രീകൃഷ്ണൻ, എന്തുകൊണ്ടാണ് ഭഗവാന് കൃഷ്ണൻ എന്ന് പേരുണ്ടായി എന്ന് വളരെ ഭംഗിയായിട്ട് പറയുന്നു. ആ കൃഷ്ണൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം പറയുമ്പോൾ ഭാഷ്യത്തിൽ സ്വാമി പറയും ഭക്ത ജന പാപാകരിഷണാലും കൃഷ്ണ. ഭക്തജന പാപാകരിഷണാലും കൃഷ്ണ. ഭക്തജനങ്ങളുടെ പാപത്തെ ആകർഷണം ചെയ്യണവനായതുകൊണ്ടാണ് ഭഗവാന് കൃഷ്ണൻ എന്ന പേരുണ്ടായത്. ആകർഷണം എന്ന് പറഞ്ഞാൽ കർഷണം ചെയ്യുക എന്ന് പറഞ്ഞ വൈദ്യ. വൈദ്യ കർഷകൻ എന്ന് പറയുന്നത് കർഷകൻ എന്ന് പറഞ്ഞ അർത്ഥങ്ങൾ വൈദ്യമാണ്. എന്ത് വൈദ്യ? കറക്റ്റിങ്ങനെ വൈദ്യമല്ലോ. കൽപ്പ വലിച്ചിട്ട് നല്ലോണം നേരം വീട്ടിൽ അവൻ വൈദ്യ കൈക്കോട്ടാണെങ്കിൽ കൊട്ടിങ്ങനെ വൈദ്യല്ലേ. അതാണ് ഈ കർഷകൻ എന്നുള്ള പേരുണ്ടാവാൻ കാരണം. കർഷണം ചെയ്യുക എന്ന് പറഞ്ഞ് വൈദ്യ. ആകർഷണം പറഞ്ഞെന്തർത്ഥം? കട്ടിക്ക് വയ്ക്കുക. ഒരു നല്ല പൂവുണ്ട്, പോയില്ലേ? കാരണം ആകർഷിക്കുന്ന ആരാകർഷിച്ചു? പൂവ് ആകർഷിച്ചു പറഞ്ഞ അർത്ഥം പൂവ്. പൂവിന്റെ അടുത്തേക്ക് ആരെ വലിച്ചു? നമ്മളെ വലിച്ചു. ശരി ചത്ത് കിടക്കണതിലേക്ക് എന്താണ് നമ്മൾ പോവുക? ശരി ചത്തത്തെ ചീഞ്ഞ് കാക്കുക. നാപ്പുണ്ട് നമ്മൾ പോവുക. എന്താ പോവാത്തത്? ആകർഷിക്കില്ല.
ഏത് കട്ടിലേക്ക് നമ്മളെ ആകർഷിക്കുന്നില്ല, ഈച്ചയെ ആകർഷിക്കും. ആരെ ആകർഷിക്കും? ഈച്ച. ഈച്ച കണ്ടില്ല ഞങ്ങൾ പോകും, നമ്മൾ ഈച്ച അങ്ങനെ പറ്റാ ഞാൻ അവിടെ ഇല്ലയോ ഒരു കട്ടാൻ ഞാൻ കടാൻ പറയാം, ഈച്ച അങ്ങനെ പോകും, നമ്മൾ ഇഷ്ടത്തേക്ക് പോകും. ഇതൊക്കെ ആകർഷിക്കുക എന്ന് പറഞ്ഞാൽ പിടിച്ചു വലിക്കുക. അത് കൈകൊണ്ട് പിടിച്ചു വലിക്കാവുന്നൊന്നുമില്ല, കാലുകൊണ്ട് പിടിച്ചു വലിക്കണമെന്നില്ല. എന്ന് മതി മനസ്സുകൊണ്ട് വലിച്ചാലും എന്തായി വലിക്കലാണ്. അതാണ് ഈ ആകർഷിക്കുക, അടുത്തേക്ക് വലിക്കുക എന്ന്. അപ്പൊ ഭക്ത ജന പാപ ആകർഷണാൽ കൃഷ്ണ, ഭക്തന്മാരുടെ അകത്തിരിക്കുന്ന പാപവാസനകളെ വലിച്ചെടുക്കണമായതുകൊണ്ടാണ് ഭഗവാന് എന്ത് പേരുണ്ടായത്? കൃഷ്ണൻ എന്ന് പേരുണ്ടായത്. അപ്പൊ നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുന്നതിനനുസരിച്ച് ഭഗവാൻ എന്ത് ചെയ്യും? പാപവാസനയ്ക്ക് ഈ പാപവാസന എന്ന് പറഞ്ഞ് ദുഷ്കർമ്മം ചെയ്യാനുള്ളതായ തോന്നലിന്റെ പേരാണ് എന്ത്? പാപവാസന എന്ന് പറയും. വാസനയാണ്, ചെയ്യണം എന്നൊന്നുമില്ല, എന്നാൽ ഉള്ളിലുണ്ടാവും വാസന ഉണ്ടാവും. വാസന എന്ന് പറഞ്ഞാൽ മനസ്സിലായി. നമ്മൾ ഈ പൂച്ചയെ നമ്മുടെ കുടുംബത്തിൽ കൊണ്ടുവന്ന് നമ്മൾ എന്ത് ബിസ്ക്കറ്റ്, പാല, പഴം, പള്ളിനൊന്നും അറിയില്ല പൂച്ച, കാലമാറി കൊണ്ട് പറയുന്നില്ല. എന്താ ഇങ്ങനെയൊന്നുമില്ലേ? പൂച്ചയ്ക്ക് നല്ലോണം പപ്പടം, അതുപോലെ പാല, എണ്ണ, ഇതിന്റെ ബിസ്ക്കറ്റോ എന്താ കൊടുത്ത് നമ്മൾ പൂച്ചയെ നമ്മൾ ഭക്ഷിക്കണം. എന്നാലും ഇതിന് നല്ലോണം കൊടുത്ത് പരിപാലിക്കേണ്ട. എന്ത് കൊടുത്ത് നമ്മൾ ഏത് കട്ടിലിന്റെ മുകളിലൊക്കെ വിരിച്ച് കിടത്തി നോക്കിയാലും പൂച്ച കഴിയാൻ എന്ത് ചെയ്യും? ഉണ്ടാക്കുന്നത് പേടി എന്റെ പോകുന്ന പൂച്ച ചെയ്യും. പൂച്ച ബിസ്ക്കറ്റ് ആരും പിടിക്കും, പിടിക്കും. എന്തിനാണോ നാം പിടിച്ചത്? എനിക്ക് ഇവിടെ തിന്നാൻ നല്ലോണം കണ്ടപ്പം കിട്ടായില്ല. ആരെക്കപ്പം അതിന്റെ കാര്യമാണ് വാസന. എന്താ കാരണം? അതിന് എന്തൊക്കെ ബിസ്ക്കറ്റ് കൊടുത്താൽ ഇത് കണ്ടാൽ എന്ത് ചെയ്യും? അവര് പണ്ടേ അങ്ങനെയാണ്. അത് എലിയും പൂച്ചയും അതുപോലെ പാമ്പ്, ഗീരി ഒക്കെ കിട്ടുകയും അതാവാൻ പറ്റണം. അപ്പൊ അത് വാസനയാണ്. എന്താണ്? വാസനയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ പാപം ചെയ്യണം എന്നൊരു തോന്നൽ, ഇങ്ങനെ വേണ്ടാത്തതൊക്കെ ചെയ്യണം എന്നൊരു തോന്നൽ ഉണ്ടാവില്ല. ചെയ്താലും ഇല്ലെങ്കിലും ആ തോന്നലുള്ളിലുണ്ടെങ്കിൽ അത് പിന്നീട് ഇത് ചെയ്യിക്കും. എങ്ങനെ ചിരിച്ചു കളിച്ച് രസിച്ച് നാട്യം നടിച്ച് നടന്നാലും വാസന ഉള്ളിലുണ്ടെങ്കിൽ ഉള്ളിൽ തറച്ച കയറിയിട്ട് അത് നമ്മൾ പറിച്ച് കളഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ബാക്കി കാര്യങ്ങൾ മുള്ളു തുറക്കാത്ത മതിയിട്ട് മുള്ളു തറച്ച് കയറിയിട്ട് പറിച്ച് കളഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ഒരു ചെറിയ കഷ്ണം ഉള്ളിലുണ്ടാവും. മുഴുവനായിട്ട് പോയില്ല, പിന്നെ റെപ്രസെന്റേറ്റീവ് അതിൻ്റെ ഉള്ളിലുണ്ടാവും, പ്രതിനിധി അതിൻ്റെ ഉള്ളിലുണ്ടാവും. നമ്മൾ നെറ്റിലേക്ക് ചവിട്ടുമ്പോ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. ശരിയല്ലേ? അപ്പൊ നമ്മൾ ഈ മുള്ളു തറച്ച് കളഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഓ ശരിയായി വിചാരിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പം ആ തറച്ച് കയറിയ ഓട്ടയൊക്കെ എന്ത് ചെയ്തു? നല്ലോണം തൊലി വന്ന് മൂടിയൊക്കെ വെളുപ്പായി. പക്ഷേ ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് നെറ്റിലേക്ക് ചവിട്ടുമ്പോൾ നമ്മളെ ചെരുപ്പ് കൂലിയിട്ട് ഇതുവരെ മുറ്റത്തേക്ക് പോകാറുണ്ടാ 1 മാസമായി. ഇതെന്താന്ന് മനസ്സിലാവുന്നുണ്ടോ? നോക്കിയാൽ കാണുക, കാണില്ല. എന്ത് ചികിത്സ ചെയ്താൽ ഈ ഉള്ളിൽ കുത്തല് പോവില്ല. അതൊക്കെ ഉള്ളിൽ തന്നെ കിടക്കണം. ഈ ഉള്ളിൽ കിടക്കണേ ഈ സാധനത്തിനെ അത് കീറി പറിച്ചെടുത്ത് പുറത്തേക്ക് കളയണതും വരെ ഉള്ളിൽ കുത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതുപോലെ വാസന നമ്മൾ പുറത്തേക്ക് എന്തൊക്കെ സുന്ദരത്വം കാണിച്ച്, എന്തൊക്കെ ഉടുപ്പ് കൊടുത്ത്, എന്ത് ചിരി ചിരിച്ച്, എന്ത് കേമത്തെ കാണിച്ച് നടന്നാലും ഉള്ളിൽ ഈ വാസന ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? അത് ഉള്ളിൽ കിടക്കും. അത് എപ്പോഴെങ്കിലും അതുകൊണ്ട് നമ്മൾ ചിലരെ കണ്ടില്ലേ, കൊലപാതകം ചെയ്തു അങ്ങനെ ആ പൗഡറൊക്കെ ഇട്ട് നിൽക്കുന്നത് കണ്ടപ്പം കണ്ടില്ലേ, ചിത്രം കണ്ടു പോയി ഇവനോ പറഞ്ഞത് തൊടാൻ തോന്നാറെ കണ്ടിട്ട് ആരെ കണ്ടിട്ട് ആ പൊട്ടിയൊക്കെ തെറ്റില്ലേ. നമ്മൾ ചിന്തയൊക്കെ ആൾക്കാർക്ക് തോന്നുന്നു കണ്ടാ എന്തൊരു യോഗ്യൻ, കണ്ടിട്ട് യോഗ്യനാണ്, ഉള്ളിലത്തെ നമ്മൾ കണ്ടുവോ? ഇങ്ങനെ പൊടിച്ചു നോക്കാൻ പറ്റുമോ? ഇത് പൊടിച്ചിട്ട് ഒരു ഉള്ളിലെന്തായിരിക്കണേന്ന് ഉള്ളിലിരിപ്പ് മനസ്സിലാവില്ല. കയ്യിലിരിപ്പ് കുറേശ്ശെ മനസ്സിലാവും, അത് ഉള്ളിലിരിപ്പ് പെട്ടെന്ന് മനസ്സിലാവില്ല. അതിന്റെ പേരാ വാസന. അകത്ത് ഈ ദുഷ്ടതയുടെ വാസനയുണ്ടെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ ഇത് ചെയ്യിക്കും, ചീത്തയായിട്ടേക്ക് പ്രേരിപ്പിക്കും. ഇന്നില്ലെങ്കിൽ നാളെ ഇത് പതില്ലെങ്കിൽ ആവാനാണ് ഭഗവാൻ എന്ത് ചെയ്യും?
ഭഗവാനെ കുറേശ്ശെ നമ്മളിനെ ആശ്രയിച്ചാൽ ആ ഒരു സാന്നിധ്യം കൊണ്ടും ആ ഒരു സംസർഗം കൊണ്ടും ആ ഒരു കടാക്ഷം കൊണ്ടും അവിടേക്കുള്ള ആ മനുഷ്യന്റെ യാത്രയുണ്ട് മനസ്സ് അതിൽ തന്നെ ചേരുകൊണ്ടും ഭഗവാൻ ചെയ്യും കുറേശ്ശെ ആ ദുർവാസനകളെ ഈശ്വര വിചാരം കൂടി വന്ന് അതിൽ ഓർക്കുന്നതിനനുസരിച്ച് എന്ത് വിചാരം കുറഞ്ഞു പോകും ദുഷ്ടവിചാരം കുറഞ്ഞു പോകും. നമ്മൾ ഈ ദുഷ്ടത കുറേശ്ശെ പോണെന്ന് മോഹളോ എന്ത് ചെയ്യുന്നറിയോ? വെറുതെ ജിംനേഷ്യത്തിൽ പോയിട്ട് കാര്യമില്ല. ജിംനേഷ്യത്തിൽ പോയിട്ട് നമ്മൾ ഇങ്ങനെ അവിടെ ചെന്നാൽ ഇത് പോവില്ല, ഉള്ളിലേക്ക് പോവില്ല. അവിടെ പോയിക്കൊള്ളൂ വിനോദമില്ല. അതിന് എവിടെ പോകണം? ഭഗവാനെ നല്ലോണം ഒപ്പിക്കാനും ഭഗവാനോട് നല്ലോണം സംസർഗം ഉണ്ടാക്കാനും ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ എപ്പോഴെപ്പോഴും അല്ലെങ്കിൽ സജ്ജന സംസർഗത്തിൽ ഈശ്വരീയത്തിൽ എല്ലാവർക്കും കൂടെ ആ മട്ടിലും അതിലൊക്കെ നടക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നുകയാണ്? ദുഷ്ടത തോന്നിയ അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് ഈ വാസന ഇങ്ങോട്ട് പോയാൽ കുറെ കാലം കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തോന്നും പറയുന്നുണ്ടെങ്കിൽ ഞാനൊക്കെ പണ്ട് എങ്ങനെ നടന്നാലും എങ്ങനെ നടക്കണ്ടാവും, പണ്ടൊക്കെ നടത്തണ്ടാവും. തെറ്റല്ല, അവർ നല്ലോണം ശ്രദ്ധയുള്ള കൂട്ടരാണ്. അവന് എത്ര മോശക്കാരായിട്ട് എത്ര മോശക്കാരായിട്ട് പഴയ മഹാജീതത്തിൽ നിന്ന് സാധാരണ ജീവിതത്തിൽ ചെയ്യും. അപകടമായ വഴിയിൽ നിന്ന് ഭേദപ്പെട്ട വഴിയിലെത്തി അവിടെ നിന്ന് അവർക്ക് ഇവിടെ എത്താച്ചാൽ ഇവിടുന്ന് മാറി പിന്നെ എത്തിക്കൂടെ? അവിടെ നിന്ന് ഇവിടെ എത്തിയത് ഇവിടുന്ന് എത്താൻ പാടുണ്ടോ? ഇതേയുള്ളൂ, ഒന്നുകൂടി പണിയെടുക്കണം, അത്രയേ ഉള്ളൂ. 10ാം ക്ലാസ് വരെ ഒന്ന് പാസ്സായി. ഇങ്ങനെ പാസ്സായത് പഠിച്ച് പണിയെടുത്ത് തന്നെ അത്രയാവാച്ചാൽ കുറച്ചുകൂടി പണിയെടുത്ത് അടുത്തത് കൂടി ആവില്ലേ? 1ാം ക്ലാസ്സിൽ എത്തിയത് നമ്മൾ വലിയ നല്ല ഡിഗ്രിക്ക് പഠിക്കണേ. നമ്മൾ സ്കൂളിലേക്ക് പോയില്ലേ? എന്താ കാരണം? ശരിയാണ്, 1ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഡിഗ്രി ക്ലാസ്സിൽ പഠിക്കുന്ന പുസ്തകം വലിയ പേടി തന്നെയാണ്. കുട്ടി ക്രമേണ പഠിച്ച് 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും കഴിഞ്ഞ് ഡിഗ്രി ക്ലാസ്സിൽ വന്ന് പുസ്തകം കണ്ടപ്പം അപ്പോ ശരിയല്ലേ? എന്താ കാരണം? ഓരോ കൊല്ലായ കുട്ടി മാറി ഇവിടെ ഇതുപോലെ എല്ലാവരും മാറും. അങ്ങനെ മാറാനാണ് എന്ത് ശാസ്ത്രങ്ങള്, അങ്ങനെ നമ്മളെ മാറ്റാനാണ് എന്ത് ഉപാസന. അങ്ങനെ മാറ്റുവാനാണ് ആര്? ഭഗവാൻ. അതുകൊണ്ട് ഭഗവാന്റെ പേരുണ്ടായി കൃഷ്ണൻ. കൃഷ്ണൻ ചെല്ലാർത്ഥം ഭക്തജന പാപ ഭക്തന്മാരുടെ പാപവാസനകളെ വലിച്ചെടുത്ത് ഇല്ലാണ്ട് അങ്ങനെയുള്ള ഭഗവാനെ കൃഷ്ണൻ വന്ദേ ജഗദ്ഗുരു. ജഗദ്ഗുരു എന്ന് പറഞ്ഞു, ജഗദ്ഗുരു എന്ന് പറഞ്ഞ അർത്ഥം കഴിയും. ഗുരു എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം കഴിയും വെളിച്ചം. വെളിച്ചെന്ന് പറഞ്ഞു നമുക്കിപ്പോ ഈ ഗുരുവിനെ കൊണ്ട് എന്താ ഉപയോഗം? പണ്ടൊക്കെ നമ്മൾ എന്തൊരു പോകും ചോദിക്കും, ഇതൊന്നും എന്താ കാര്യം? അങ്ങനത്തെ കാലാണ്. നമ്മളിപ്പോ കച്ചവടക്കാരും കുട്ടികളൊക്കെ കുടുംബത്തേക്ക് വരും. അതെ ഏട്ടാ ഇതെന്ത് വാങ്ങിക്കോളാം നമ്മളൊക്കെ കേൾക്കും. വേറെ പൈസ മുഴുവൻ അങ്ങോട്ട് പറയുന്ന ശാസ്ത്രം റേഡിയോ പറയാം. അങ്ങോട്ട് പറയുന്നൊന്നും കേൾക്കില്ല. അപ്പൊ ഒടുക്കത് മുഴുവൻ കഴിഞ്ഞപ്പോൾ നമ്മൾ ചോദിച്ചോ ഇതുകൊണ്ട് എന്താ ഗുണം? അങ്ങനെയില്ല. അപ്പൊ അവൻ പറയും എന്തൊക്കെ കൈയ്യെഴുതാണ്ട് ഊണൊഴിക്കുക കൈയ്യെഴുതണ്ട എന്നൊക്കെ പറയും. നമുക്കൊക്കെ വേണ്ടോ വലിയ ബുദ്ധിമുട്ടാ. ഊണലിന് മുമ്പ് കഴിയണം എന്തായാലും ഇത് വാങ്ങിയാൽ വേണ്ടത്ര ഇപ്പം കൊണ്ടുവന്ന ഈ സാധനം അപ്പൊ നമ്മൾ ചെയ്യും. അപ്പൊ ഗുണം കിട്ടി. അപ്പൊ നമുക്ക് ആ ഗുണം ഇഷ്ടാച്ചാൽ എന്ത് ചെയ്താൽ മതി? വാങ്ങാം. അല്ല നമുക്ക് നിർബന്ധമായിട്ട് കഴിയാൻ കാര്യമില്ല. നമ്മൾ വേറെ വാങ്ങി പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ എന്തിന് പുറപ്പെടുമ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് എന്ത് ചോദിക്കും? എന്താ അതിന്റെ ഗുണം? ഈ ഗുണം എന്താണെന്ന് അറിയാതെ നമ്മൾ ഒരു കടയിൽ നമ്മൾ ചോദിക്കില്ലേ ഇതിനെന്താ വില? ഇതിന് 500 റുപ്യ. അതിന്റെ ഉപയോഗം എന്താക്കുന്നതാണ്? ഇതിന് 600 റുപ്യ ഉപയോഗം എന്താണ്? ഇതെല്ലാം നോക്കിയിട്ട് നമ്മൾ ഉപയോഗം വാങ്ങി പോലെ ചെയ്യാം. അതല്ലോ കടയിലൊക്കെ പോയി എടുത്ത് വാങ്ങുന്ന പണം ചിലരെ കുറെ ആരെയും ഒരു സാധനം വാങ്ങാൻ പോകാം. എന്ത് വാങ്ങിയാൽ ഇത്ര കാലമുണ്ട്. ഏത് സാധനം വാങ്ങിയാലും 2 ദിവസത്തെ വ്യത്യാസമൊക്കെ എല്ലാവരും സ്ഥിരമായെങ്കിലും ഈ ലോകത്തില് ചിലരൊക്കെ വസ്ത്രമൊക്കെ വാങ്ങാൻ പോകുന്നതാണ്. ഒരാളെ കണ്ടോ ആളുടെ പേരൊന്നും പറയില്ല. പറഞ്ഞാൽ മനസ്സിലാക്കൊന്നുമില്ല, എല്ലാവരും പറയില്ല.